ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റബോളൈറ്റ് സൈലം ആൻഡ് ഫ്ലോയം സാപ്പ്. ട്രാൻസ്പോർട്ട് അത് നിങ്ങളുടെ ഒരു മൊഡ്യൂളാണ്. അതിലെ ഫ്ലോയം സാപ്പിന്റെ ട്രാൻസ്പോർട്ടാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിൽ മെയിനായിട്ടും ട്രാൻസ്ലൊക്കേഷൻ ഈസ് ദ ട്രാൻസ്പോർട്ട് ഓഫ് ഷുഗർ ത്രൂ സീവ് ട്യൂബ്സ്. നമുക്കറിയാം സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഫങ്ഷൻസ് നേരത്തെ തുടങ്ങി പഠിക്കുന്നതാണ്. ഫ്ലോയത്തിൻ്റെ ഫങ്ഷൻ, മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഷുഗറിൻ്റെ ട്രാൻസ്പോർട്ടാണ്. ലീവ്സിൽ ഫോട്ടോസിന്തസിസ് നടന്നിട്ട് അങ്ങനെ ഫോം ചെയ്യുന്ന ഷുഗറിനെ എല്ലായിടത്തും, പ്ലാന്റിന്റെ എല്ലായിടത്തും എത്തിക്കുക എന്നുള്ളതാണ് ഫ്ലോയത്തിന്റെ ഫങ്ഷൻ. അതിനെയാണ് ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. ദ മൂവ്മെന്റ് ഓഫ് ഓർഗാനിക് സൊല്യൂട്ട്സ് ഫ്രം വൺ പാർട്ട് ഓഫ് ദ പ്ലാന്റ് to the other through the phloem is called translocation. In simpler words, translocation is the transport of sugar from source to the sink. Source എന്ന് പറഞ്ഞാൽ സൈറ്റ് ഓഫ് പ്രൊഡക്ഷൻ, എവിടെയാണോ ഇതിന്റെ പ്രൊഡക്ഷൻ നടക്കുന്ന ആ സോഴ്സിന്, ആ സൈറ്റിനെയാണ് സോഴ്സ് എന്ന് പറയുന്നത്. സിങ്ക് എന്ന് പറയുന്നത് എവിടേക്കാണോ ഇത് യൂട്ടിലൈസ് ചെയ്യപ്പെടേണ്ടത് ആ സൈറ്റിനെയാണ് സിങ്ക് എന്ന് പറയുന്നത്. സോഴ്സും ഉണ്ട്, സിങ്കും ഉണ്ട്. സോഴ്സിൽ നിന്നും സിങ്കിലേക്ക് പല ഭാഗത്തു നിന്ന് അങ്ങ് ലീഫിൽ തുടങ്ങി റൂട്ടിന്റെ ടിപ്പ് വരെ എന്ത് ചെയ്യേണ്ടി വരും? ഈ ഫുഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വരും. എവിടെയാണോ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് അത് അതിന്റെ സോഴ്സും, എവിടെയാണോ അത് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത് അത് ആ സൈറ്റിനെയാണ് അതിന്റെ സിങ്ക് എന്നും പറയുന്നത്. അപ്പം എവിഡൻസ്, ഫ്ലോയത്തിലൂടെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത് എന്നുള്ളതിന് പല എവിഡൻസസും ഉണ്ട്. അപ്പൊ അതില് മെയിൻ ആയിട്ട് നമുക്ക് ആദ്യം ഫ്ലോയത്തിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഫ്ലോയം മെയ്ഡ് അപ്പ് ഓഫ് 4 കമ്പോണൻസ്: സീവ് എലമെന്റ്സ്, കമ്പാനിയൻ സെൽസ്, ഫ്ലോയം പാരൻകൈമ, ഫ്ലോയം സ്ക്ലീറൻകൈമ. അപ്പം സീവ് ഓരോന്നിൻ്റെയും നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. സീവ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇലോങ്ങേറ്റഡ് സെൽസ് ആണ്. അതിങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്, എൻഡ് ടു എൻഡിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് ഇടയ്ക്ക് പോഴ്സ് പോലുള്ള ഓപ്പണിംഗ് ഉണ്ട്. ഇതിലൂടെയാണ് നല്ല പ്രഷറിൽ ആ സീവ് ട്യൂബ്സിലൂടെ ഷുഗർ മോളിക്യൂൾസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഈ പിക്ചറിൽ കാണാം, ഇടയ്ക്കിടയ്ക്ക് പോഴ്സ് ഉണ്ട്. ആ പോഴ്സിലൂടെ ഒരു എലമെന്റിൽ നിന്ന് അടുത്ത എലമെന്റിലോട്ട് ഫുഡ് പാർട്ടിക്കിൾസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അപ്പം ഇനി അത് നെക്സ്റ്റ് ഇത് കമ്പാനിയൻ സെല്ലാണ്. കമ്പാനിയൻ സെൽ ഓർ ആൽബുമിനസ് സെൽ, ദീസ് ആർ ദ ലിവിങ് സെൽസ് വിച്ച് ആർ ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് സീവ് എലമെന്റ്സ്. കമ്പാനിയൻ എന്ന് വിളിക്കാൻ തന്നെ കാരണം സീവ് എലമെന്റ്സുമായിട്ട് ക്ലോസ്ലി അസോസിയേറ്റ് ആയിട്ട് കാണുന്ന ലിവിങ് ആയിട്ടുള്ള സെല്ലാണ് കമ്പാനിയൻ സെല്ല്. അപ്പം എപ്പോഴും ഈ സീവ് എലമെന്റ് കമ്പാനിയൻ സെല്ലുമായിട്ട് പ്ലാസ്മോഡെസ്മേറ്റ എന്ന് പറയുന്ന സൈറ്റോപ്ലാസ്മിക് കണക്ഷനിലൂടെ കണക്റ്റഡ് ആണ്. അപ്പം ഇതിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ സീവ് ട്യൂബ്സിലൂടെ ഇങ്ങനെ ട്രാൻസ്പോർട്ട് നടക്കുന്നുണ്ട്. അതിന് വേണ്ടുന്ന എനർജി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കമ്പാനിയൻ സെല്ലിന്റെ ഫങ്ഷൻ. ഫ്ലോയം പാരൻകൈമയുണ്ട്. അതും മറ്റു പാരൻകൈമ പോലെ തന്നെ അതേപോലെ തന്നെയാണ് ഫ്ലോയം പാരൻകൈമ. അതിന്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ആൻഡ് ലാറ്ററൽ ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ആൻഡ് സൊല്യൂട്ട്സ്. വാട്ടറും സൊല്യൂട്ട്സും ഒക്കെ ഓർത്തോണം, എപ്പോഴും നമ്മൾ ഒരു ട്യൂബിൽ കൂടെ പോകുന്നതിനോടൊപ്പം തന്നെ സൈഡിലോട്ടുള്ള ട്രാൻസ്പോർട്ട് ഉണ്ട്. ആ ട്രാൻസ്പോർട്ടിനെയാണ് ലാറ്ററൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ലാറ്ററൽ ട്രാൻസ്പോർട്ടാണ് ഫ്ലോയം പാരൻകൈമയുടെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ. ഇനി ഫ്ലോയം സ്ക്ലീറൻകൈമയുണ്ട്. അത് തിക്ക് വോൾഡ് ആണ്. ഈ ഫ്ലോയം ടിഷ്യൂസിനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് ഫ്ലോയം സ്ക്ലീറൻകൈമയുടെ ഫങ്ഷൻ. ദസ് ദ സീവ് ട്യൂബ്സ് ഫ്രം കണ്ടിന്യൂസ് സിസ്റ്റം. അങ്ങനെ ഈ സീവ് ട്യൂബ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള സിസ്റ്റമാണ്. അത് സൊല്യൂട്ട്സിനെ കണ്ടക്ട് ചെയ്യുന്നു. ആ ട്യൂബിലൂടെ കണ്ടക്ട് ചെയ്ത് അടുത്തതിലോട്ട് ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്തു പോകുന്നു. ഈ പ്രോസസ്സിനെയാണ് ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇനി എവിഡൻസസ്, ഈ ട്രാൻസ്ലൊക്കേഷന്റെ എക്സ്പെരിമെന്റൽ എവിഡൻസസ് വരുന്നതാണ് റിംഗിങ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന ഒരു സംഗതി. This experiment involved selective removal of stem tissue in form of a ring. ഒരു സ്റ്റെമ്മിൽ നിന്ന് റിംഗ് മാനറിൽ ടിഷ്യൂവിനെ റിമൂവ് ചെയ്യുക. ആദ്യം നമ്മൾ 2 പ്ലാന്റ്സ് എടുക്കുന്നു. ഒന്നിനെ എ എന്നും മറ്റേ പ്ലാന്റിനെ ബി എന്നും കൺസിഡർ ചെയ്യുന്നു. എ പ്ലാന്റിൽ നിന്ന് ഓൺലി സൈലം മാത്രം റിമൂവ് ചെയ്യുന്നു. ബി പ്ലാന്റിൽ നിന്ന് ഓൺലി ഫ്ലോയം റിമൂവ്ഡ്.
A plant shows elongation. Xylem മാത്രം റിമൂവ് ചെയ്ത പ്ലാന്റിൽ ഇലോങ്ങേഷൻ കാണിക്കുന്നുണ്ട്. അപ്പം അതുവഴി അതിന്റെ മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ സൈലമേ മാറ്റിയുള്ളൂ, പക്ഷേങ്കിൽ എന്തിന്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നുണ്ട്? ഫ്ലോയം അവിടെ മാറ്റാത്തത് കൊണ്ട് സൊല്യൂട്ട്സിന്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നുണ്ട്. അതേസമയം പ്ലാൻ ബിയിൽ ഇലോങ്ങേഷൻ കാണിക്കുന്നില്ല, കാരണം ഫ്ലോയം മാറ്റിയത് കൊണ്ട് തന്നെ മൂവ്മെന്റ് ഓഫ് സൊല്യൂട്ട്സ് അവിടെ സ്റ്റോപ്പ് ആയി പോകുന്നു. അതാണ് റിംഗിങ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ഫ്ലോയം സാപ്പിന്റെ കെമിക്കൽ അനാലിസിസ് നടത്തുക. സെവറൽ പ്ലാന്റ്സ് ഹാവ് ഷോൺ ദാറ്റ് സീഡ് ട്യൂബ്സ് ആർ ഹാവിംഗ് ഹയർ കോൺസെൻട്രേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്. ഇതിലൂടെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ ഈ സീവ് ട്യൂബ്സിലെ ഉള്ള കെമിക്കലിന്റെ അനാലിസിസ് നടത്തി. അങ്ങനെ അനാലിസിസ് നടത്തിയപ്പം അവിടെ ഹയർ കോൺസെൻട്രേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് കണ്ടു. അതായത് സൂക്രോസിന്റെ ഒക്കെ കോൺസെൻട്രേഷൻ വളരെ ഹയർ ആയിട്ട് കണ്ടു. അപ്പം ഇതിൽ നിന്ന് മനസ്സിലായി അതുവഴിയാണ് ട്രാൻസ്പോർട്ട് നടക്കുന്നതെന്നുള്ളത്. അതേപോലെ തന്നെ കോൺസെൻട്രേഷൻ ഓഫ് ഷുഗർ ഇൻ സീവ് എലമെന്റ്സ് ഇസ് വെരി ഹൈ കമ്പയർഡ് ടു വാട്ട് ഈസ് നെസസറി ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് നോർമൽ ഓസ്മോട്ടിക് റിലേഷൻഷിപ്പ് വിത്ത് അഡ്ജസൻറ്റ് സെല്ല്. മറ്റുള്ള സെല്ലിലെ ഈ ഓസ്മോസിസ് നിലനിർത്താൻ വേണ്ടി ഷുഗർ ഉണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ സീവ് എലമെന്റ്സിലെ ഷുഗറിന്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം സീവ് എലമെന്റ്സിലൂടെയാണ് ഈ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. ഇനി ഒരു ഫ്ലോയം ട്രാൻസ്പോർട്ടിന്റെ ഒരു റേറ്റ് നോക്കുകയാണെങ്കിൽ, photosynthate are translocated from the site of production to the site of storage or utilization. അത് ആദ്യമേ പറഞ്ഞു. എവിടാണോ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് അവിടെ നിന്ന് ആവശ്യമുള്ള ഭാഗത്തേക്ക് അത് ട്രാൻസ്പോർട്ട് ചെയ്തു പോവുകയാണ്. ഫ്ലോ റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഗ്രേഡിയന്റ് ഓഫ് പ്രഷർ ഇൻ ദ ഫ്ലോയം. ഇത് പെട്ടെന്ന് അങ്ങ് മൂവ് ചെയ്യുവല്ല. അപ്പൊ ഇതിന്റെ റേറ്റ്, ഇത് ഈ മൂവ് ചെയ്യുന്ന ആ റേറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലോയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഗ്രേഡിയന്റ് ഓഫ് പ്രഷർ ഇൻ ദ ഫ്ലോയം. ഫ്ലോയത്തിലുള്ള പ്രഷറിന്റെ ഗ്രേഡിയന്റിന് പ്രൊപ്പോർഷണൽ ആണ്. Different substances are located at different rates. പല ഡിഫറെന്റ് സബ്സ്റ്റൻസ് ഡിഫറെന്റ് റേറ്റ്സിലാണ് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നത്. ഫ്ലോയം സാപ്പ് കോൺസെൻട്രേഷൻ ഫ്രം സോഴ്സ് ടു സിങ്ക് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഫോർ ദ ഫ്ലോയം ട്രാൻസ്പോർട്ട്. അപ്പോൾ ഈ ഫ്ലോയം ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരു പ്രഷർ ഗ്രേഡിയന്റ് മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ ഒരു പ്രഷർ ഗ്രേഡിയന്റ് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കണമെങ്കിൽ ആ സാപ്പിലെ കോൺസെൻട്രേഷൻ, ഫ്ലോയം സാപ്പ് എന്ന് പറഞ്ഞാൽ ആ ഫ്ലോയത്തിൽ കാണുന്ന ആ സബ്സ്റ്റൻസ്, അതിന്റെ കോൺസെൻട്രേഷൻ ഒരു പർട്ടിക്കുലർ രീതിയിലായിരിക്കണം. The quantity of dry matter transported per unit time per centimeter square of phloem is termed as specific mass transfer. അതായത് specific mass transfer is equal to transfer of dry matter per unit time. അതായത് പെർ യൂണിറ്റ് ടൈമിൽ എത്രമാത്രം മാറ്റർ ആണ്, ഡ്രൈ ആയിട്ടുള്ള മാറ്റർ ആണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, എത്ര ഏരിയയിൽ, എത്ര ടൈമിൽ, എത്ര, അതായത് ക്വാണ്ടിറ്റി ഓഫ് ദ ഡ്രൈ മാറ്റർ ട്രാൻസ്പോർട്ടഡ് പെർ യൂണിറ്റ് ടൈം പെർ സെന്റിമീറ്റർ ഓഫ് ദ ഫ്ലോയം. യൂണിറ്റ് ടൈമിലും യൂണിറ്റ് ഏരിയയിലും എത്രമാത്രം ക്വാണ്ടിറ്റി ഓഫ് ഡ്രൈ മാറ്റർ ആണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നതാണ് സ്പെസിഫിക് മാസ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇനി ഈ ഫ്ലോയത്തിന്റെ ഡയറക്ഷൻ. Several experiments have shown that the direction of phloem sap is governed by the following rules. Mature leaves always act as a source and never behave as sink. ഇപ്പോൾ മെച്യൂർ ലീവ്സ് ആണ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അവർ ഒരിക്കലും സിങ്ക് ആയിട്ടാണ്, കാരണം മെച്യൂർ ലീഫ് മെച്യൂറായി അവർ പൊഴിഞ്ഞു പോകാൻ പോവാണ്. അപ്പോൾ അവരൊരിക്കലും സിങ്ക് ആയിട്ട് ആക്ട് ചെയ്യത്തില്ല. ഇമ്മച്യൂർ ആയിട്ടുള്ള ലീവ്സ് ആണ് സിങ്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. നമുക്കറിയാം എവിടെയാണോ ഇത് സിന്തസൈസ് ചെയ്യുന്നത് അവിടെ നിന്ന് എല്ലാ ഭാഗത്തേക്കും എവിടെയൊക്കെ ആവശ്യമുണ്ടോ അവിടോട്ടെല്ലാം ഇത് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ മെച്യൂർ ആയിട്ടുള്ള ലീവ്സ് പിന്നെ അതിന്റെ സിങ്ക് ആയിട്ട് ആക്ട് ചെയ്യത്തില്ല. അതുപോലെ തന്നെ അപ്പർ ലീവ്സ് ട്രാൻസ്ലോക്കേറ്റ് സൊല്യൂട്ട്സ് ടുവേഴ്സ് ദ സ്റ്റെം ടിപ്പ്. Lower leaves translocate solutes downwards, while the leaves in middle portion translocate solutes to both the direction, up and downward, through bidirectional movement. ഇത് മനസ്സിലാക്കി വെക്കുക. Upper leaves translocate solutes towards the stem apex. Upper leaves
ഈ സൊല്യൂട്ടിനെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നത് സ്റ്റെമ്മിന്റെ എപ്പെക്സിലോട്ട് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യും. ലോവർ ലീവ്സ് ട്രാൻസ്ലൊക്കേറ്റ് സൊല്യൂട്ട്സ് ഡൗൺവേർഡ്. റൂട്ടിലോട്ടാണ് ലോവർ ലീവ്സ് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇനി മിഡിൽ പോർഷനിലുള്ള ലീവ്സ് ട്രാൻസ്ലൊക്കേറ്റ് സൊല്യൂട്ട് ടു ബോത്ത് ഡയറക്ഷൻ, അപ്പ് ആൻഡ് ഡൗൺവേർഡ്. ബൈ ഡയറക്ഷനിലുണ്ട്, അങ്ങോട്ട് പോകുന്നുണ്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ ബൈ ഡയറക്ഷണൽ മൂവ്മെന്റിനെയാണ് മിഡിൽ ലീവ്സ് ചെയ്യുന്നത്. Active sinks are fed by nearest source. Active sink are fed by nearest source. Solutes travel in straight line along the phloem with very little sideways spread. അപ്പം ഇങ്ങനെ ഈ മെയിൻ ആയിട്ടുള്ള ട്യൂബിലൂടെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ലാറ്ററൽ ആയിട്ടുള്ള മൂവ്മെന്റും നടക്കുന്നുണ്ട്. അത് വളരെ കുറവാണ് ലാറ്ററൽ മൂവ്മെന്റ്. ഇനി നോക്കാം എങ്ങനെയൊക്കെയാണ് ഈ ഒരു ട്രാൻസ്ലൊക്കേഷന്റെ ടൈപ്സ് എന്ന് പറഞ്ഞാൽ. അതായത് യൂണി ഡയറക്ഷണൽ ട്രാൻസ്ലൊക്കേഷൻ ഉണ്ട്. ആ ടൈപ്പിൽ സൊല്യൂട്ട് ട്രാവൽസ് ഇൻ വൺ ഡയറക്ഷൻ, ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ സൊല്യൂട്ട്സ് ട്രാവൽ ചെയ്യുന്നുള്ളെങ്കിൽ അത് യൂണി ഡയറക്ഷൻ ആണ്. ഫ്രം സോഴ്സ് ടു സിങ്ക്, സോഴ്സ് തുടങ്ങി സിങ്ക് വരെ. ഇനി ബൈ ഡയറക്ഷണൽ ട്രാൻസ്ലൊക്കേഷൻ ഉണ്ട്. ഇൻ ദിസ് ഓർഗാനിക് സൊല്യൂട്ട്സ് മൂവ് ഇൻ ബോത്ത് ഡയറക്ഷൻ, മുകളിലോട്ട് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ്. ദിസ് ഈസ് പോസിബിലിറ്റി ദാറ്റ് സം സീവ് ട്യൂബ്സ് ആർ ഇൻവോൾവ്ഡ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ വൈൽ അതേഴ്സ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ. ദ പോസിബിലിറ്റി ഓഫ് മൂവ്മെന്റ് of solutes in both directions simultaneously in the same sieve tube cannot be ignored completely. അപ്പം ഒരു ഡയറക്ഷനിൽ പോകുന്നതോടൊപ്പം തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നടക്കുന്നുണ്ട്. അതാണ് ബൈ ഡയറക്ഷണൽ എന്ന് പറഞ്ഞത്. ഇനി ബൈ ഡയറക്ഷൻ അതിന്റെ ഒരു ബാക്കി ഭാഗമാണ് ബൈ ഡയറക്ഷണലിന്റെ. A leaf in the middle portion transport the food in both direction. മിഡിൽ ആദ്യം പറഞ്ഞു, മിഡിൽ പോർഷനിലുള്ള ലീഫ് രണ്ട് ഡയറക്ഷനിലോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഇത് എക്സ്പെരിമെന്റ് ക്യാരിഡ് ടു വിസിയ ഫാവ യൂസിങ് കാർബൺ 14 have supported ബൈ ഡയറക്ഷണൽ ട്രാൻസ്പോർട്ട്. അപ്പം അതുപോലെ തന്നെ ലാറ്ററൽ ട്രാൻസ്ലൊക്കേഷൻ. ലാറ്ററൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട്സ് ട്രാവൽ ഇൻ ദ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് വെരി ലിറ്റിൽ ലാറ്ററൽ മൂവ്മെന്റ്. ഇങ്ങനെ സൈഡിലോട്ടുള്ള ഈ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ലാറ്ററൽ ആയിട്ടുള്ള മൂവ്മെന്റ് നടക്കുന്നുണ്ട്. റേഡിയോ ട്രേസർ ടെക്നിക് ഹാവ് സപ്പോർട്ടഡ് ദിസ് ടൈപ്പ് ഓഫ് ട്രാൻസ്ലൊക്കേഷൻ മൂവ്മെന്റ്. ഇനി മെക്കാനിസം ഓഫ് ട്രാൻസ്ലൊക്കേഷൻ, എങ്ങനെയൊക്കെയാണ് ഈ ട്രാൻസ്ലൊക്കേഷന്റെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ അതിൽ 2-3 തിയറീസ് ആണ്. ഫസ്റ്റ് വൺ ഡിഫ്യൂഷൻ തിയറി. ഡിഫ്യൂഷൻ നമുക്കറിയാം, ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലോട്ട് മോളിക്യൂൾസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനെയാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. Many physiologists are of opinion that the solutes move from source to sink due to the simple physical process of diffusion. സോഴ്സിലാണ് ഇതിന്റെ പ്രൊഡക്ഷൻ നന്നായിട്ട് നടക്കുന്നത്. അപ്പോൾ സോഴ്സിൽ നിന്നും ഡിഫ്യൂഷനിലൂടെ ആ മോളിക്യൂൾസ് സിങ്കിലോട്ട് മൂവ് ചെയ്യുന്നു. The rate of flow of solute in sieve tube is at least 14,000 times higher than what is possible by diffusion. അപ്പോൾ അതാണ് ഡിഫ്യൂഷൻ തിയറി എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ ആക്ടിവേറ്റഡ് ഡിഫ്യൂഷൻ തിയറി ഉണ്ട്. മാൻസൺ ആൻഡ് ഫില്ലീസ് 1936 proposed this theory. According to this theory, solute transport in sieve tube is an activated process and normal rate of diffusion is greatly enhanced due to protoplasmic properties of sieve tubes. Diffusion തന്നെ അത് കുറച്ചുകൂടെ ആക്ടിവേഷൻ ആണ്. അതായത് എനർജി, ആക്ടിവേഷൻ റിക്വയർസ് എനർജി ബട്ട് sieve tube elements do not possess any metabolic machinery. ആക്ടിവേഷൻ ഡിഫ്യൂഷൻ നടക്കണമെങ്കിൽ എനർജി വേണം. പക്ഷേങ്കിൽ sieve tube elementsന് സ്വന്തമായിട്ട് മെറ്റബോളിക് മെഷീനറി ഒന്നുമില്ല. അതാണ് ഈ തിയറിയുടെ ഒരു ഒബ്ജെക്ഷൻ ആണ്. The known rate of translocation is very high and even activated translocation is not enough for transport of solutes at that rate. Experimental evidences does not support this theory. അപ്പോൾ ഈ തിയറി അങ്ങ് ഡിസ്കാർഡ് ചെയ്തു. ഇനി നേരത്തെ നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ളതാണ് മാസ് ഫ്ലോ, പ്രഷർ ഫ്ലോ, മഞ്ച് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. It is proposed by German scientist Munch. According to this hypothesis, translocation is a physical phenomenon.
According to this hypothesis, turgor pressure gradient exists between the source and sink. ഈ സോഴ്സിൽ നിന്ന് സിങ്കിലോട്ട് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ടർഗർ പ്രഷർ ഗ്രേഡിയന്റ് മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് ട്രാൻസ്ലൊക്കേഷൻ നടക്കുന്നത്. This hypothesis assumes that sieve tubes are connected to one another by means of cytoplasmic connections, forming a continuous system. Symplast pathway, apoplast pathway, അങ്ങനെ പല പാത്വേയും ഉണ്ട്. സൈറ്റോപ്ലാസ്മിക് കണക്ഷൻസിലൂടെയുള്ള പാത്വേ ആണ് സിംപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരു സീവ് ട്യൂബ് എലമെന്റും അടുത്ത സീവ് ട്യൂബ് എലമെന്റ്സും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ അങ്ങനെ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഒരിടത്ത് പ്രഷർ വരുമ്പോഴത്തേക്ക് ആ ടർഗർ അടുത്ത നിയറസ്റ്റ് ആയിട്ടുള്ള സെല്ലും ഈ സെല്ലും തമ്മിൽ പ്രഷറിൽ ഒരു ഗ്രേഡിയന്റ് വരും. അങ്ങനെ ഒരു ഗ്രേഡിയന്റ് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആദ്യത്തെ സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക് ഷുഗർ മോളിക്യൂൾസ് ട്രാൻസ്പോർട്ട് ചെയ്യും. At the utilization and the water diffuses into xylem of leaf and continuous system is established. അപ്പം സിങ്കില് കിട്ടിയ ഇത് യൂട്ടിലൈസ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും അതിന് ഇതിന്റെ ഫുഡിന്റെ ആവശ്യം വരും. അപ്പൊ അത് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതൊരു കണ്ടിന്യൂസ് സിസ്റ്റം ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. There is unidirectional flow of solute in phloem. Water and solutes moves together in the same direction at the same rate. അതാണ് മഞ്ചില് പറയുന്നത്. ഇനി മെക്കാനിസം ഓഫ് മാസ് ഫ്ലോ, പ്രഷർ ഫ്ലോ, മഞ്ച് ഹൈപ്പോത്തസിസ്. ടു ചേംബേഴ്സ്, ചേംബർ എ ആൻഡ് ചേംബർ ബി with selective permeability are connected by a tube C. ഇവിടെ ഒരു എ എന്ന് പറയുന്ന ഒരു ചേംബർ, ബി എന്ന് പറയുന്ന ഒരു ചേംബർ, ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സി എന്ന് പറയുന്ന ഒരു ട്യൂബ് വെച്ച് കണക്റ്റഡ് ആണ്. ഹിയർ എ ഈസ് ഫിൽഡ് വിത്ത് ഹൈലി കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. എയില് ഹൈലി കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എടുത്തിരിക്കുക. അപ്പൊ അതിനെയാണ് നമ്മൾ മീസോഫിൽ സെല്ല്, അതായത് സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ബി ഈസ് ഫിൽഡ് വിത്ത് ലെസ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. ബിയില് ലെസ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനേ ഉള്ളൂ, ഷുഗർ കുറവാണ്. എയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഷുഗർ കുറവാണ്. ബട്ട് സ്റ്റിൽ ഹയർ ദാൻ ഇറ്റ്സ് സറൗണ്ടിങ്സ്. ഇറ്റ് കറസ്പോണ്ട് ടു സിങ്ക്. ബിയെ നമ്മൾ സിങ്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം, റൂട്ട് സെല്ലായിട്ട് വല്ലതും കൺസിഡർ ചെയ്യാം. സി എന്ന് പറഞ്ഞാൽ സി കറസ്പോണ്ട് ടു ലോഞ്ചിറ്റ്യൂഡിനൽ സിസ്റ്റം ഓഫ് സീവ് ട്യൂബ്സ്. സിയെ നമുക്ക് സീവ് ട്യൂബിന്റെ ആ ലോഞ്ചിറ്റ്യൂഡിനൽ സിസ്റ്റം ആയിട്ട് കണക്ട് ചെയ്യാം, അങ്ങനെ കൺസിഡർ ചെയ്യാം. കണക്ടിങ് ലീഫ് ആൻഡ് റൂട്ട് സെൽസ്. ടി റെപ്രസെന്റ് ദ സൈലം വെസൽസ്. ഇവിടെ ടി ഉണ്ട്, ടി എന്ന് പറയുന്ന സൈലം വെസൽസ് ആണ്. വാട്ടർ ഫ്രം ബി റിട്ടേൺസ് ടു എ ത്രൂ ദിസ് ട്യൂബ്. A contains higher concentration of sugar. It absorbs larger quantity of water and develops higher turgor pressure. അതായത് എയില് കോൺസെൻട്രേഷൻ നന്നായിട്ട് ഷുഗറിന്റെ കോൺസെൻട്രേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അത് പെർമിയബിൾ ആണെന്നും അറിയാം. നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഇറക്കി വെച്ചിരിക്കുന്നത് വാട്ടറിലാണ്, ഇത് വാട്ടറിലാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പം ഇതിന്റെ അകത്ത് ഷുഗറിന്റെ കോൺസെൻട്രേഷൻ കൂടി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എയില് ഷുഗറിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാകുമ്പോൾ അത് നിയറസ്റ്റ് ആയിട്ടുള്ള വാട്ടറിനെ അബ്സോർബ് ചെയ്യും. ഇറ്റ് അബ്സോർബ്സ് ലാർജർ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആൻഡ് ഡെവലപ്സ് എറ്റ് ഹയർ ടർഗർ പ്രഷർ. വാട്ടർ എത്തിക്കഴിയുമ്പോൾ എയുടെ അകത്ത് ടർഗർ പ്രഷർ കൂടുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ സൊല്യൂഷൻ ഉടനെ എയിൽ നിന്ന് ദ സൊല്യൂഷൻ വിൽ ഫ്ലോ ഫ്രം എ ടു ബി വയ സി അണ്ടർ പ്രഷർ ഗ്രേഡിയന്റ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു പ്രഷർ ഗ്രേഡിയന്റ് ഡെവലപ്പ് ചെയ്തിട്ട് എയിൽ നിന്ന് ബിയിലോട്ട് സി വഴി സൊല്യൂഷൻ മൂവ് ചെയ്യും. ദ ഫ്ലോ വിൽ ബി കണ്ടിന്യൂസ് അൺടിൽ ദ കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് ഓസ്മോമീറ്റേഴ്സ് ഇസ് ഈക്വലൈസ്ഡ്. എയിലും ബിയിലും കോൺസെൻട്രേഷൻ ഒരേപോലെ ആകുന്നിടം വരെ ഈ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ഇഫ് എ കണ്ടിന്യൂസ് അഡീഷൻ ഓഫ് ഷുഗർ അറ്റ് എ and its removal at B is arranged. പിന്നെ നമ്മൾ ഷുഗർ എയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. There will be a continuous mass flow from A to B with a continuous passage of water from B into outer vessel would be established.
അപ്പം അങ്ങനെ ഇവിടെ നിന്ന് എയിൽ നിന്ന് ബിയിലോട്ട് സൊല്യൂട്ട് ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടും. ആ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. ഇതിനെയാണ് മഞ്ച് മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതിൽ ഫ്ലോയത്തിന്റെ ട്രാൻസ്പോർട്ടാണ് മനസ്സിലാക്കിയത്. ഫ്ലോയത്തിന്റെ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയും. ആ ട്രാൻസ്ലൊക്കേഷനിൽ മെയിൻ ആയിട്ട് സോഴ്സിൽ നിന്ന് സിങ്കിലോട്ടാണ് ആ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. അത് സീവ് എലമെന്റ്സിലൂടെയാണ് മെയിൻ ആയിട്ട് നടക്കുന്നത്. സീവ് എലമെന്റ്സും അതായത് ഫ്ലോയത്തിലൂടെയാണ്. ഫ്ലോയത്തിന് പല കമ്പോണൻസ് ഉണ്ട്. എവിടെയാണോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനെ സോഴ്സ് എന്നും, എവിടെയാണോ എത്തിക്കേണ്ടത് അതിനെ സിങ്ക് എന്നും പറയും. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് 2-3 തിയറീസ് ഉണ്ട്. പിന്നെ അതിന്റെ കമ്പോണൻസിന്റെ ഇതുണ്ട്, പ്രത്യേകതകൾ. അപ്പൊ ഇത്രയുമാണ്. ഇത് എളുപ്പമാണ്, നിങ്ങൾ നേരത്തെ ഒന്ന് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുകൂടെ നോക്കി ഒന്ന് മനസ്സിലാക്കിയാൽ മതി. എളുപ്പം നമുക്ക് പഠിക്കാവുന്ന ഒരു സംഗതിയാണ്.